ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കുട്ടിക്കുപ്പായം തയ്യാറാക്കിയെടുക്കാം. കുട്ടിക്കുപ്പായൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുട്ടിക്കുപ്പായം തയ്യാറാക്കി നിങ്ങൾക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ മെഷീനിലിട്ട് സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 21 ഇഞ്ചും 14 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. തുണി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ടുള്ള അതായത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഇതുപോലെ നീളത്തിൽ മടക്കിയതിന് ശേഷം വീണ്ടും അതിനെ രണ്ടായിട്ട് നടുകെ ഒന്നുകൂടെ മടക്കുക. അതായത് ഈ കാണുന്ന പോലെ ആയിരിക്കണം മടക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് അളവെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഒരു 2 ഇഞ്ച് വീതി അവിടുന്ന് ആ ഒരു മടക്കിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു 2.5 ഇഞ്ചും കൂടെ എടുക്കുക. അതായത് കഴുത്തിൻ്റെ അകലം ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് കേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. കുഞ്ഞു വാവയല്ലേ, കുഞ്ഞു വാവയ്ക്ക് എത്രത്തോളം നമുക്ക് വലിപ്പം വേണമെന്ന് അറിയില്ല. പിന്നെ കെട്ടുന്ന ടൈപ്പും കൂടെ ആയതുകൊണ്ട് ഒരു ഇച്ചിരി ഒന്ന് അകലം കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കഴുത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് 2 ഇഞ്ച് പിന്നെയും വിട്ടിട്ട് നമ്മൾ കൈക്കുഴിക്കുള്ള അകലം എടുക്കുകയാണ്. അപ്പോൾ കൈക്കുഴീൻ്റെ ആ 2 ഇഞ്ച് വിട്ടതിന് ശേഷം താഴത്തേക്ക് ഒരു 3 ഇഞ്ചും കൂടെ കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോയിൻ്റ് ചെയ്താൽ മതി. ഒരു കേർവ്ഡ് ഷേപ്പിൽ വരച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലൊന്നും പ്രത്യേകിച്ച് അളവ് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് മുറിച്ചെടുക്കുക. നമുക്ക് അത്രയും നേരിയൊരു മെറ്റീരിയൽ അയക്കണം. കാരണം കുഞ്ഞു വാവൾക്കായതുകൊണ്ട് അവർക്കത് വേദനിക്കാൻ പാടില്ല. പിന്നെ പ്യുവർ കോട്ടൺ ആയാൽ അവരുടെ സ്കിന്നിന് നല്ലത് തന്നെയാണ്. പൊതുവേ കുട്ടിക്കുപ്പായൊക്കെ നമ്മൾ അത്രയും നേരിയ തുണിയിൽ തന്നെയാണ് അടിക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നേരെയാക്കി വെച്ചതിന് ശേഷം, നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൂടെ ഒരു വശത്ത് മാത്രം, അതായത് ഫ്രണ്ട് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമുക്ക് അവിടെ കെട്ടാനുള്ള സൗകര്യം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡ്, അതായത് കൈക്കുഴീൻ്റെ 2 സൈഡും കഴുത്തിൻ്റെ സൈഡും അതിൻ്റെ താഴോട്ടേക്ക് വരുന്ന സൈഡും കൂടെ ഓപ്പണും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടിയിൽ അടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ മടക്കി ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഒരു വീതിക്ക് കണക്കെ ഒന്ന് അധികം ഉരുട്ടിയെടുക്കാതെ വീതിക്ക് കണക്കെ അടിച്ചെടുത്താൽ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്കിത് തുന്നണമെങ്കിൽ തുന്നിയെടുക്കാം. ഞാനിപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു നാടാന്ന് വെച്ചാൽ ഏകദേശം ഒരു 17 ഇഞ്ചോളം നീളമുണ്ട്. അപ്പോൾ ഈ ഒരു നാടേനെ നമ്മൾ 2ആയി മുറിക്കും. പക്ഷേ അടിക്കേണ്ട സൗകര്യത്തിന് ഇതേപോലെ 2 നാടയും എടുത്തിട്ട് ഒരുമിച്ച് അടിച്ചിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതും ഞാൻ ഈ കാണിച്ചതുപോലെ നാട നമ്മൾ സാധാരണ മടക്കുന്ന രീതിയിൽ അതേപോലെ മടക്കിയൊന്ന് അടിക്കുക. ഒരുപാട് കട്ടിയായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 3/4 ഇഞ്ചോളം വീതി ഉണ്ടാവും ഈ നാടയ്ക്ക്. ഇതേപോലെ മടക്കിയതിന് ശേഷം ഒന്ന് അങ്ങനെ ഇങ്ങോട്ടേക്കും മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയതിന് ശേഷം ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. ഇതേപോലെ 2 നാടയും നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴ്ഭാഗം മാത്രം അടിച്ചില്ല. അതെന്താ വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഷേപ്പ് നോക്കിയതിന് ശേഷം, അതായത് അടിഭാഗം കറക്റ്റ് ലെവലാണോ നോക്കിയതിന് ശേഷം തയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ തയ്ക്കുന്നതായിരിക്കും എങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നാട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 17 ഇഞ്ചുള്ള നാട ഞാനിപ്പോൾ 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 നാട വേണം. അപ്പോൾ ആ നാടയും കൂടെ കട്ട് ചെയ്തതിന് ശേഷം അപ്പുറം ഇപ്പുറം വരുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഫോർമലായിട്ട് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ അതിൻ്റെ അടിഭാഗം വെച്ചങ്ങ് തയ്ച്ചെടുത്താൽ മതി. രണ്ടാമത്തെ നാട സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴ്ത്തി എടുക്കുക. ഒരുപാട് താഴെയാവേണ്ട, അങ്ങനെയെങ്കിൽ നടുഭാഗം ഒരുപാട് ഗ്യാപ്പായി പോകും. അപ്പോൾ ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കുപ്പായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ കൈകൊണ്ട് തയ്ക്കുന്ന ഡ്രസ്സ് അതൊരു സന്തോഷം തന്നെയല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനായാലും നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവരിട്ട് കാണുമ്പോഴുള്ള ആ സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ലെങ്ത് ആയത്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അടിച്ചെടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. ഇനി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ തുന്നിയെടുക്കുന്നതാണെങ്കിലും അതും പെട്ടെന്ന് കഴിയും.